ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഡൽഹിയിൽ മോശം കാലാവസ്ഥയെ തുടർന്ന് കഴിഞ്ഞ ദിവസം 2 വിമാനങ്ങൾ റദ്ദാക്കി. ഡൽഹി വിമാനത്താവളത്തിന്റെ മേൽക്കൂര തകർന്നതിനെ തുടർന്ന് ടെർമിനൽ 1 നിന്നും പുറപ്പെടുന്ന വിമാനങ്ങൾ റദ്ദാക്കുമെന്ന് 2 ഇന്ത്യൻ ബജറ്റ് കാരിയറുകളായ സ്പൈസ് ജെറ്റും ഇൻഡിഗോയും സോഷ്യൽ മീഡിയയിലൂടെ യാത്രക്കാരെ അറിയിച്ചു. ഡൽഹി വിമാനത്താവളത്തിലെ മേൽക്കൂര കഴിഞ്ഞ ദിവസം പുലർച്ചെ തകർന്നു വീണിരുന്നു. വിവരം ലഭിച്ചതിനെ തുടർന്ന് 3 ഫയർ എഞ്ചിനുകൾ സ്ഥലത്തെത്തിച്ചിട്ടുണ്ടെന്നും ഡൽഹി ഫയർ സർവീസിലെ ഉദ്യോഗസ്ഥൻ അറിയിച്ചു. അതേസമയം സംഭവത്തിൽ ഒരാൾ മരിച്ചതായി റിപ്പോർട്ടുണ്ട്. വെള്ളിയാഴ്ച പെയ്ത കനത്ത മഴയിൽ ഡൽഹി NCR തകർന്നപ്പോഴായിരുന്നു സംഭവം. ഡൽഹിയിലും NCRലും വെള്ളിയാഴ്ച പുലർച്ചെ മുതൽ ഇടിമിന്നലോട് കൂടിയ കനത്ത മഴയാണ് അനുഭവപ്പെട്ടത്. അടുത്ത കുറച്ച് ദിവസത്തേക്ക് ശക്തമായ കാറ്റിനോടൊപ്പം തീവ്രതയുള്ള മഴയും ഉണ്ടാകുമെന്ന് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നയതന്ത്ര, സാമ്പത്തിക, സാംസ്കാരിക, ശാസ്ത്ര മേഖലകളിൽ ഉഭയകക്ഷി സഹകരണം വർദ്ധിപ്പിക്കുന്നത് തുടരാനുള്ള പരസ്പര താൽപര്യം എടുത്തുപറഞ്ഞ് ഒമാനും ഉസ്ബെക്കിസ്ഥാനും തമ്മിൽ രാഷ്ട്രീയ ചർച്ചകൾ കഴിഞ്ഞ ദിവസം നടന്നു. ഒമാനി പക്ഷത്തെ വിദേശകാര്യമന്ത്രി സെയ്ദ് ബദർ ബിൻ ഹമദ് അൽ ബുസൈദിയും ഉസ്ബെക്കിസ്ഥാന്റെ വിദേശകാര്യമന്ത്രി ബാക്സ്റ്റിയോർ സെയ്ദോവുമായിരുന്നു നയിച്ചത്. ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അധിനിവേശ യുദ്ധത്തെക്കുറിച്ചും ഇരുവരും കാഴ്ചപ്പാടുകൾ കൈമാറി. പരസ്പര താൽപ്പര്യമുള്ള മറ്റ് നിരവധി പ്രാദേശിക, അന്തർദേശീയ വിഷയങ്ങളും ഇരുവരും ചർച്ച ചെയ്തു. ഇരു രാജ്യങ്ങളിൽ നിന്നുമുള്ള നയതന്ത്ര, സ്വകാര്യ സർവീസ് പാസ്പോർട്ടുകൾ കൈവശമുള്ളവർക്ക് വിസ ഒഴിവാക്കുന്നതിനുള്ള കരാറിലും ഒപ്പുവെച്ചു. വിദേശകാര്യ മന്ത്രാലയത്തിലെ ഗ്ലോബൽ അഫയേഴ്സ് ഡിപ്പാർട്ട്മെന്റ് മേധാവി ഷെയ്ഖ് ഹുമൈദ് ബിൻ അലി അൽ മൗവലി, ഒമാനിലെ ഉസ്ബെക്കിസ്ഥാൻ അംബാസിഡർ അബ്ദുസലാം ഖത്തമോവ്, ഇരുഭാഗത്തു നിന്നുമുള്ള നിരവധി ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. ലോകകപ്പ് ഫുട്ബോൾ ഏഷ്യൻ മേഖലാ യോഗ്യതാ മത്സരങ്ങളുടെ 3ാം റൗണ്ടിലേക്കുള്ള നറുക്കെടുപ്പ് ക്വാലാലംപൂരിൽ നടന്നു. ഗ്രൂപ്പ് ബിയിൽ ശക്തരായ കൊറിയ, ഇറാഖ്, ജോർദാൻ എന്നിവരോടൊപ്പമാണ് ഒമാൻ ഇടം നേടിയത്. കുവൈറ്റ്, ഫലസ്തീൻ എന്നിവരാണ് ഗ്രൂപ്പിൽ വരുന്ന മറ്റ് ടീമുകൾ. ഏഷ്യയിൽ നിന്നും 6 ഗൾഫ് രാജ്യങ്ങൾ ഉൾപ്പെടെ 18 ടീമുകളാണ് 3ാം റൗണ്ടിലേക്ക് യോഗ്യത നേടിയിരിക്കുന്നത്. ഇവരെ 6 ടീമുകൾ വീതമുള്ള 3 ഗ്രൂപ്പുകളായാണ് തിരിച്ചിരിക്കുന്നത്. ഗ്രൂപ്പ് എയിൽ ഇറാൻ, ഖത്തർ, ഉസ്ബെക്കിസ്ഥാൻ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, കിർഗിസ്ഥാൻ, കൊറിയ എന്നിവയാണ് വരുന്നത്. ഗ്രൂപ്പ് സിയാണ് മരണ ഗ്രൂപ്പ്. ജപ്പാൻ, ഓസ്ട്രേലിയ, സൗദി അറേബ്യ, ബഹ്റൈൻ, ചൈന, ഇന്തോനേഷ്യ എന്നീ രാജ്യങ്ങളാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. ഓരോ ഗ്രൂപ്പിൽ നിന്നും ആദ്യ 2 സ്ഥാനങ്ങളിൽ വരുന്നവർ നേരിട്ട് ലോകകപ്പിന് യോഗ്യത നേടും. ഒമാൻ നേരിട്ടുള്ള യോഗ്യത നേടുകയെന്നത് അല്പം പ്രയാസമുള്ള കാര്യമായിരിക്കും. കൊറിയ, ഇറാഖ്, ജോർദാൻ എന്നീ ടീമുകൾ ശക്തരായ വെല്ലുവിളികളായിരിക്കും റെഡ് വാരിയേഴ്സിന് ഉയർത്തുക. കൂടാതെ കുവൈറ്റും ഫലസ്തീനും തങ്ങളുടേതായ ദിവസത്തിൽ ആരെയും അട്ടിമറിക്കാൻ കൽപ്പുള്ള ടീമുകളുമാണ്. എന്നാൽ അടുത്ത കാലത്തായി പുതിയ കോച്ച് ജെറോസ്ലാവ് സിൽഹാവയുടെ കീഴിൽ മികച്ച ഫോമിലാണ് ഒമാൻ പന്ത് തട്ടുന്നത്. മാത്രമല്ല 2026 ലോകകപ്പിൽ ടീമുകളുടെ എണ്ണം 32-ൽ നിന്നും 48-ആയി ഉയരുന്നതും ഒമാന് അനുകൂലമാകുന്ന ഘടകമാണെന്നാണ് ആരാധകർ കണക്കുകൂട്ടുന്നത്. ബലിപെരുന്നാൾ അവധി ദിവസങ്ങളിൽ ഉപഭോക്തൃ സംരക്ഷണ വിഭാഗം 12,377 പരിശോധനകൾ നടത്തി. 210 നിയമലംഘനങ്ങളും റിപ്പോർട്ട് ചെയ്തു. വിലനിർണയ ലേബലുകൾ പതിക്കുന്നതിൽ വീഴ്ച വരുത്തിയതാണ് പ്രധാന നിയമലംഘനമായി റിപ്പോർട്ട് ചെയ്തത്. 55 കേസുകളാണ് ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്തത്. ഇൻവോയ്സ് നൽകുന്നതിൽ വീഴ്ച വരുത്തിയ 44 കേസുകളും റിപ്പോർട്ട് ചെയ്തു. ഖസായിൽ സിറ്റിയിൽ പഴം, പച്ചക്കറി മൊത്തവ്യാപാരം ഇന്നു മുതൽ ആരംഭിക്കും. ഖസായിൽ സിറ്റിയിലേക്ക് മാറും. ഖസായിൽ സിറ്റിയിൽ മുഴുവൻ മുന്നൊരുക്കങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്. സ്ഥാപനങ്ങളെല്ലാം നേരത്തെ തന്നെ തയ്യാറായിട്ടുണ്ടെങ്കിലും ഔദ്യോഗിക ഉദ്ഘാടനങ്ങൾ ഇന്ന് നടക്കും. വിപണിയിലേക്ക് ആവശ്യമായ പഴം, പച്ചക്കറികൾ വലിയ തോതിൽ ശേഖരിച്ചിട്ടുമുണ്ട്. റെസ്റ്റോറൻറ്റുകൾ, കഫേകൾ, വെയർഹൗസുകൾ, ഡ്രൈ സ്റ്റോറുകൾ, മറ്റ് കടകൾ തുടങ്ങിയ യൂണിറ്റുകൾ നേരത്തെ തന്നെ കച്ചവടക്കാർക്ക് കൈമാറിയിരുന്നു. കോൾഡ് സ്റ്റോർ, സെൻട്രൽ കോൾഡ് സ്റ്റോറേജ്, ഓണിയൻ ഷെഡ്, പൊട്ടാറ്റോ ഷെഡ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് എന്നിവയും സജ്ജമാണ്. 5 ലക്ഷം ചതുരശ്ര മീറ്റർ സ്ഥലത്ത് ശീതീകരിച്ച മാർക്കറ്റ് ദേശീയ നിലവാരത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഖസായിനിൽ തന്നെ ഫുഡ് സിറ്റിയും വരുന്നുണ്ട്. 10 ലക്ഷം ചതുരശ്ര മീറ്റർ സ്ഥലത്താണ് വമ്പൻ ഫുഡ് സിറ്റി നിർമ്മിച്ചത്. വിവിധ പച്ചക്കറികളും പഴങ്ങളും ശീതീകരിച്ചും ഉണക്കിയും സൂക്ഷിക്കാനുമുള്ള വിശാല സൗകര്യവും സെൻട്രൽ മാർക്കറ്റിലുണ്ട്. ഭക്ഷ്യമേഖലയിൽ പ്രാദേശിക, അന്താരാഷ്ട്ര നിക്ഷേപകരെ ആകർഷിക്കാനും ഇതിലൂടെ സാധിക്കും.
മറ്റ് ഭക്ഷ്യവസ്തുക്കൾ ഇറക്കുമതിയും കയറ്റുമതിയും ചെയ്യാനുമുള്ള അന്താരാഷ്ട്ര കേന്ദ്രവുമായി ഇത് മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രാജ്യത്തെ മധ്യാഹ്ന വിശ്രമം അനുവദിക്കാത്ത കമ്പനികൾക്കെതിരെ പരിശോധന ശക്തമാക്കാൻ മാനവ വിഭവശേഷി മന്ത്രാലയം ഒരുങ്ങുന്നു. കൂടുതൽ മേഖലകളിലേക്ക് പരിശോധന വ്യാപിപ്പിച്ചിരിക്കുകയാണ്. അതേസമയം രാജ്യത്തെ ചൂട് കനത്തതോടെ വിശ്രമ സമയത്തിന് മുമ്പും ശേഷവും പുറം തൊഴിലാളികൾ പ്രയാസം നേരിടുകയാണ്. ഇത്തരത്തിൽ ജോലി ചെയ്യുന്നവർക്ക് കുടിനീർ നൽകി സാമൂഹിക സംഘടനകളും കമ്പനികളും രംഗത്തുണ്ട്. മുൻ വർഷങ്ങളിലും തൊഴിൽ സ്ഥലങ്ങളിലെത്തി കുടിവെള്ളം വിതരണം ചെയ്തിരുന്നു. കനത്ത ചൂടിലും പുറം ജോലി ചെയ്യേണ്ടി വരുന്ന തൊഴിലാളികളിൽ ഭൂരിഭാഗവും വിദേശികളാണ്. മലയാളികളടക്കം ആയിരക്കണക്കിന് പേരാണ് പകൽ സമയം കനത്ത വെയിലിൽ ചൂടിൽ ജോലിയിൽ ഏർപ്പെടുന്നത്. തൊഴിലാളിയുടെ ആരോഗ്യ തൊഴിൽ സുരക്ഷയും മറ്റും പരിഗണിച്ചാണ് അധികൃതർ മധ്യാഹ്ന അവധി നൽകുന്നത്. പുറം തൊഴിലാളികൾക്ക് അനുവദിച്ച മധ്യാഹ്ന വിശ്രമ നിയമം ലംഘിച്ച കമ്പനികൾക്കെതിരെ തൊഴിൽ നടപടി സ്വീകരിച്ചിരുന്നു. നൂറുകണക്കിന് കമ്പനികളിൽ പരിശോധന നടത്തുകയും ചെയ്തിട്ടുണ്ട്. തൊഴിലാളികൾക്ക് വിശ്രമം അനുവദിക്കാത്ത കമ്പനികൾക്കെതിരെയും വിശ്രമത്തിന് സൗകര്യമൊരുക്കാത്ത സ്ഥാപനങ്ങൾക്കെതിരെയുമാണ് നടപടി സ്വീകരിച്ചതെന്നും മന്ത്രാലയം വ്യക്തമാക്കി. 500 റിയാൽ മുതൽ 1000 റിയാൽ വരെ പിഴയും 1 വർഷത്തിൽ കൂടുതൽ തടവുമാണ് നിയമലംഘനത്തിനുള്ള ശിക്ഷ. ഉയർന്ന താപനില രേഖപ്പെടുത്താറുള്ള 3 മാസങ്ങളിൽ എല്ലാ വർഷവും പുറം തൊഴിലെടുക്കുന്നവർക്ക് മന്ത്രാലയം മധ്യാഹ്ന വിശ്രമം അനുവദിക്കാറുണ്ട്. ഉച്ചയ്ക്ക് 12:30 മുതൽ 3:30 വരെയാണ് വിശ്രമ സമയം. ഈ സമയത്ത് തൊഴിലാളികളെ ജോലിയെടുപ്പിക്കുന്നത് തൊഴിലാളികളോടുള്ള അവകാശ ലംഘനമാണ്. അതേസമയം തൊഴിലാളികൾക്കിടയിൽ മധ്യാഹ്ന വിശ്രമം സംബന്ധിച്ച് ബോധവൽക്കരണവുമായി തൊഴിൽ മന്ത്രാലയവും രംഗത്തുണ്ട്. ജൂൺ 1 ആരംഭിച്ച ഉച്ചവിശ്രമം സംബന്ധിച്ച് തൊഴിലാളികൾക്കിടയിൽ ബോധവൽക്കരണം നടത്തുന്നതോടൊപ്പം കമ്പനികൾക്ക് നിയമം നടപ്പിലാക്കുന്നതിന് കർശന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. എയർ കണ്ടീഷൻ ചെയ്ത വിശ്രമ കേന്ദ്രങ്ങൾ നൽകൽ, ശാരീരിക ബുദ്ധിമുട്ടുള്ള ജോലികൾ തണുപ്പുള്ള സമയങ്ങളിലേക്ക് പുനർക്രമീകരിക്കൽ, ജീവനക്കാർ 45 മിനിറ്റ് ജോലി ചെയ്യുന്ന റൊട്ടേഷണൽ സംവിധാനം, തുടർന്ന് 15 മിനിറ്റ് ഇടവേള എന്നിവ ഉൾപ്പെടെയുള്ള പകരം മാർഗങ്ങളും സ്വീകരിക്കാവുന്നതാണ്. ബുറൈമി ഗവർണറേറ്റിലെ ഹഫീദ് അതിർത്തി പ്രദേശത്തെ റോഡിൽ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചു. ഹഫീദ് അതിർത്തി വഴി UAE-യിലേക്ക് സഞ്ചരിക്കുന്നവരും ഇതുവഴി ഒമാനിലേക്ക് വരുന്നവരും അധികൃതരുടെ ഗതാഗത സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് ഗതാഗത ആശയവിനിമയ വിവര സാങ്കേതിക മന്ത്രാലയം ഓൺലൈൻ പ്രസ്താവനയിൽ അറിയിച്ചു. മസ്കറ്റ് എക്സ്പ്രസ് വേയിൽ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കിയ ഭാഗങ്ങൾ യാത്രക്കായി തുറന്നു നൽകി. മദീനത്തുൽ ഇലാം ബ്രിഡ്ജ് മുതൽ ഖൊറം സിറ്റി സെന്റർ ബ്രിഡ്ജിൽ മത്രയിലേക്കുള്ള ഭാഗം വരെയാണ് റോഡ് തുറന്നിരിക്കുന്നത്. റോയൽ ഒമാൻ പോലീസുമായി സഹകരിച്ച് ഈ പ്രദേശത്ത് ഗതാഗതം പഴയ നിലയിൽ പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. ഗതാഗത നിയന്ത്രണങ്ങളുമായി സഹകരിച്ച യാത്രക്കാർക്ക് നന്ദി രേഖപ്പെടുത്തുന്നതായും നഗരസഭാ പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തു. ഒമാനിലെ താപനില ഉയർന്നു തന്നെ. സമായും പ്രദേശത്ത് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 49.4 ഡിഗ്രി സെൽഷ്യസ് താപനിലയാണ് റിപ്പോർട്ട് ചെയ്തത്.